കുടുംബക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇസ്ലാമിൽ. ഈ ഇസ്ലാമിൽ അൽ കുർബ എന്ന് പറയുന്നത്, നമ്മളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ദാനധർമ്മങ്ങൾക്ക് അർഹതയുള്ള ഒരു കൂട്ടരാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു വഖഫ് ചെയ്യാം. ആ വഖഫിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഞാൻ ഈ വഖഫ് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിൽ ആരും പട്ടിണി അടക്കാതിരിക്കാൻ വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിൽ എത്തിയ മക്കൾ നിരാരംഭരാകാതിരിക്കാൻ വേണ്ടിയാണ്, എൻ്റെ സന്തതി പരമ്പരകളിൽ ഒരു മിസ്കീൻ ഉണ്ടായി എന്ന് വിചാരിക്കുക, ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇത് ആരും ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഒരു മോൻ്റെതാവൂല, ഇത് ഒരു മോളതാവൂല, ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെതാവില്ല. ഇത് കുടുംബത്തിന്റെ ഒരു പൊതു പ്രോപ്പർട്ടിയായി അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലത്ത് എപ്പോഴൊക്കെ എൻ്റെ കുടുംബത്തിൽ ദരിദ്രരുണ്ടാകുന്നു, അത് ചിലപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആകാം, ആ ഫാമിലിയിൽ എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഇത് ഉപയോഗിക്കാം. ചില ആൾക്കാർ അങ്ങനെ വഖഫ് ചെയ്യും, ഇതൊരു വീടാണ്, ഈ വീട് ഒഴിഞ്ഞു കിടക്കും, ഈ വീട് ആരതും ആവില്ല. എൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ പാവപ്പെട്ട ഒരാൾക്ക് വീടാവാത്തത് ഉണ്ടാകാം, വീടാകുന്നത് വരെ അയാൾക്ക് ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഇത്ര വർഷം അയാൾക്ക് ഇവിടെ താമസിക്കാം, അതിനുവേണ്ടി ഇത് ഉപയോഗിക്കാം. ഇങ്ങനത്തെ വഖഫുകൾ മുസ്ലിം ലോകത്ത് ഉടനീളമുണ്ട്. ഇത് ഫിഖ്ഹിയായി സാധുവാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാലോ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ബൈറുഹ തോട്ടം, ആ തോട്ടം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് ബന്ധുക്കൾക്കിടയിൽ വീതിച്ചു കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. അതായത് ആ ബന്ധുക്കൾക്കിടയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇസ്ലാമിലെ ചാരിറ്റി, ഇസ്ലാമിലെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ ഒരു വഖഫ് ഉണ്ട്. അതായത് നമ്മളുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാലോ, നമ്മളുടെ നാട്ടിലെല്ലാം ബില്യണേഴ്സ്, മൾട്ടി ബില്യണേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം തൊട്ടടുത്ത കുടുംബത്തിൽപ്പെട്ട പലരും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടാവും. കാരണം ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇവർക്ക് ഇല്ല. അതായത് നമ്മൾക്ക് സ്വത്തുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബക്കാർ മുഴുവൻ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കണം എന്ന ഫാമിലിയെ പറ്റിയുള്ള ഇസ്ലാമിന്റെ വളരെ കോൺക്രീറ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്.